ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വെയിറ്റ് ലോസ് ജേണി. ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും സാക്രിഫൈസസിലൂടെയും ഒക്കെ പോയിട്ടാണ് ആ ഒരു ഫൈനൽ ഗോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഓൾറെഡി ആ ഒരു ഫൈനൽ ഗോൾ റീച്ച് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും ആ ഒരു ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം. നമ്മൾ ഏത് റൂട്ടിലൂടെ പോവുകയാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് തരുന്ന ഒരു ജേണിയാണ് വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം, ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, നമ്മൾ ഒരുപാട് സാക്രിഫൈസസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങളൊരു ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്ത് ഒരു മാസം കൊണ്ട് 10 കിലോ 15 കിലോ ഒക്കെ കുറയ്ക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു 30 ദിവസം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടിലോട്ട് എത്തുന്നത്. ചിലർക്ക് ആ ഒരു ആദ്യത്തെ ഒരു 10 കിലോ കുറയ്ക്കാനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്കാണെങ്കിൽ അവസാനത്തെ 10 കിലോ ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുമ്പോൾ ഒരു 30 കിലോ കുറച്ചൊരു വെയിറ്റ് ലോസ് സ്റ്റോറിയാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഒരുപാട് പേര് കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നത് കാണാറുണ്ടായിരുന്നു. ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക്, ഒരു 3 ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു, എന്റെ വെയിറ്റ് ലോസ് ജേണി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു, ഒരുപാട് അപ്ഡേഷൻസ് എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സ്റ്റോറി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇന്നത്തെ വീഡിയോ അതല്ല. എന്റെ ഫൈനൽ 10 കിലോ കുറയ്ക്കാനായിട്ട് ഞാൻ ഫോളോ ചെയ്തൊരു ടെക്നിക്കും പാറ്റേണും ഞാൻ കഴിച്ച ഫുഡ് ഓപ്ഷൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട്, അവസാനം ഒരു 10 kg ഇനി കുറയ്ക്കാനുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ കുറച്ച് ഹെൽപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഒരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ പറയാണ്. ബീഫിറ്റ് സ്ക്വാഡ് എന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, പക്ഷെ പുതിയതായിട്ട് വന്ന ആർക്കും എന്താണ് ഈ ബീഫിറ്റ് സ്ക്വാഡ് എന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു ഓൺലൈൻ ഫീമെയിൽ ഫിറ്റ്നസ് ക്ലബിന്റെ ഫൗണ്ടർ ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ബീഫിറ്റ് സ്ക്വാഡ്. ഒരുപാട് ഫീമെയിൽസിനെ നമ്മൾ ഇതിനോടകം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു 3000 to 4000 ഫീമെയിൽസിനെ അക്രോസ് ഗ്ലോബ് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. പലരും സ്വന്തമായിട്ട് വെയിറ്റ് ലോസ് ജേണി ഫോളോ ചെയ്ത് ഫെയിൽ ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അവരുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം, അതായത് തൈറോയിഡ്, PCOD, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ കണ്ടീഷൻ, ഡയബറ്റിക് കണ്ടീഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് കാരണം വണ്ണം കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ബിസി ഷെഡ്യൂളിനകത്ത് ഒരു വെയിറ്റ് ലോസ് ജേണി ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറി ഓഫ് ആളുകളെയും ഹെൽപ്പ് ചെയ്യാനാണ് ബീഫിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബ് ഉള്ളത്. ഈ പറയുന്ന ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫുൾ ടീം തന്നെ ഉണ്ടാവും. ഒരു ഡെയിലി ഫോളോ അപ്പ് സിസ്റ്റം ആണ് നമ്മൾ ബീഫിറ്റ് സ്ക്വാഡിലൂടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡെയിലി കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും തന്നെ ബീഫിറ്റ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ ആണെങ്കിൽ നമ്മുടെ ഫെബ്രുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ 30-ലേറെ കിലോ കുറച്ച ഒരാളാണ്. ഞാൻ 85 കിലോ ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് 52 kgsലാണ്. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഈ ഒരു ഫസ്റ്റ് 10-20 കിലോ കുറയ്ക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചത് അവസാനത്തെ 10 കിലോ കുറയ്ക്കാനായിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വലിയ 30 കിലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് എഫേർട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരുപാട് സമയം വേണ്ടുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള പാറ്റേൺസും പലതരത്തിലുള്ള അടവുകളൊക്കെ പയറ്റി നോക്കിയിട്ടുണ്ടാവും. അതൊക്കെ ചിലപ്പം സക്സസ് ആയിട്ടുണ്ടാവും, ചിലപ്പം ഫെയിലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാം ചെയ്ത് അവസാനം ഒരു 10 കിലോയിൽ എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പയറ്റി നോക്കുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് 10 kg കുറയ്ക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ഒരു ലാസ്റ്റ് 10 kg കുറയ്ക്കാൻ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. നമ്മുടെ ഏകദേശം നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താനായി. അപ്പോൾ ഐഡിയൽ വെയിറ്റിൽ എത്താനായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പിന്നീട് വെയിറ്റ് ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം റെസിസ്റ്റ് ചെയ്യും. നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിനൊന്നും ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു റിസൾട്ട് സ്ലോ ഡൗൺ ആവുന്ന ഒരു സമയമാണ് ഈ ഒരു ലാസ്റ്റ് 5 kg അല്ലെങ്കിൽ ലാസ്റ്റ് 10 kg എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു 30 kg വെയിറ്റ് ലോസ് ജേണിക്കകത്ത് ആദ്യത്തെ ഒരു 10 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം എളുപ്പത്തിൽ തന്നെയാണ് കുറച്ചത്. കാരണം ഞാനൊരു ക്രാഷ് ഡയറ്റായിരുന്നു ആ ഒരു സമയത്ത് ഫോളോ ചെയ്തത്. അത് കാരണം എനിക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെയിറ്റ് ലോസ് ജേണിയിൽ തന്നെ, ആ ഒരു സ്റ്റോറിയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നീടാണ് ഞാൻ ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എങ്ങനെയായിരിക്കണം എന്നത്, ഒരു സസ്റ്റൈനബിൾ ജേണിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിനുശേഷം ഞാൻ ഫോളോ ചെയ്ത പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. ഇപ്പോഴും കറന്റ് ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേണും കൂടിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ വെയിറ്റ് ലോസിന്റെ ഒരു 90% എനിക്ക് സാധ്യമാക്കി തന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ പല വീഡിയോസിലും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകൾക്കും വളരെ എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 8-16 പാറ്റേൺ ആണ്. ഈ ഒരു 8-16 പാറ്റേണിൽ തന്നെ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ടൈം വിൻഡോ എന്ന് പറയുന്നത്
8 AM to 4 PM ആണ്. അത് ചില ദിവസങ്ങളാണ് ഞാൻ 7 AM to 3 PM ആയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഏർലി ആയിട്ട് ഫുഡ് കഴിക്കുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രേക്കിംഗ് സ്നാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ ഏർലി ആയിട്ട് നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പം ഒരു 3 PM നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മളൊരു 10 മണി 11 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുക. അത്രയും നേരം നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 8 മണി 9 മണി വരെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കില്ല. എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും കിച്ചൺ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബെഡിലോട്ട് പോകുന്നത്. അപ്പൊ അത്രയും നേരം നമ്മൾ ആക്റ്റീവ് ആവുന്ന ആ ഒരു സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ബേണിംഗ് നടക്കാനും ഈ ഒരു ഫാസ്റ്റിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടൈം വിൻഡോ ആയിരുന്നു ഈ ഒരു 8 AM to 4 PM എന്നിട്ടുള്ള ഒരു വിൻഡോ. അതല്ലെങ്കിൽ 7 AM to 4 PM. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു വിൻഡോ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്കും, അതായത് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വിൻഡോ ഫോളോ ചെയ്യാൻ. ഞാൻ ആ സമയത്ത് വർക്കിംഗ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 6 to 7 kg ലോസ് ചെയ്യാൻ ഈ ഒരു ഒറ്റ പാറ്റേണിലൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചില ദിവസങ്ങളിൽ ഞാൻ 7 AM to 3 PM വിൻഡോ ആണ് ചെയ്യാറ്, ചില ദിവസങ്ങളാണെങ്കിൽ 8 AM to 4 PM വിൻഡോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു ഡയറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ള ഒരു കോമൺ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേയിൽ ഞാനിപ്പോ ഒരു 7 AM 7 to 3 വിൻഡോ ആണ് ഫോളോ ചെയ്യുന്നത്. 7 AM എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെമൺ ഹണി വാട്ടർ വെച്ചിട്ടാണ് എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാറ്. ഇപ്പൊ ഒരു 6 o'clock എഴുന്നേക്കുകയാണെങ്കിൽ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണ് എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാറ്. അതേസമയം ഞാനത് 8 AM സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിച്ചിട്ടായിരിക്കും ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അതായത് സോക്ഡ് ആൽമണ്ട്സോ അല്ലെങ്കിൽ പിന്നെ കാഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ്സ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാറ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ത്രൂ ഔട്ട് വെയിറ്റ് ലോസ് ജേണിയിൽ ഒരുപാട് ഫാൻസി ഐറ്റംസും കാര്യങ്ങളും ഷേക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. വളരെ നോർമൽ ആയിട്ട് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആഹാരങ്ങൾ കുറച്ച് ബാലൻസ്ഡ് ആക്കി കീപ്പ് ചെയ്ത് പ്രോട്ടീൻ ഒക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്ത് പോർഷൻ ഒക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേണി സാധ്യമാക്കിയത്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ എന്താണോ നോർമലി ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡായിരുന്നു. അപ്പൊ ചില ദിവസങ്ങളിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് അരിയുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കാം, ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കാം. ചില ദിവസങ്ങളിൽ റാഗിയുടെ ദോശ ഉണ്ടാക്കാറുണ്ട്. ചില ദിവസങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും ഉപ്മാവായിരിക്കും, അതായത് ഓട്സിന്റെ ഉപ്മാവ്. അതൊന്നും ആ ഒരു സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നല്ലോ കേട്ടോ, അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്തൊന്നും ഓട്സ് ഉപ്മാവും അതൊന്നും ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കോമൺ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവലായിരുന്നു, അതായത് പോഹ. അതല്ലെങ്കിൽ നമ്മൾ മട്ടയരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന മട്ടയരിയുടെ പുട്ടുപൊടി ഉണ്ടാവും, അത് വെച്ചുണ്ടാക്കുന്ന പുട്ട്. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് വീറ്റിന്റെ പുട്ടാണ്. ഇത് ഏതൊക്കെ സാധനങ്ങൾ ഞാൻ കഴിക്കുകയാണെങ്കിൽ പോലും അതിന്റെ കൂടെ എന്തായാലും ഒരു പ്രോട്ടീൻ റിച്ച് കറി ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് കടലക്കറിയോ ചെറുപയറിന്റെ കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസിന്റെ കറിയോ ഇങ്ങനത്തെ കറികളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ സാമ്പാർ. അപ്പൊ ഈ 4 കറികളിൽ ഏതെങ്കിലും ഒക്കെ ആയിരുന്നു ഞാൻ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ മുട്ടക്കറി ആണെങ്കിൽ അതായിരിക്കും ഞാൻ കഴിക്കുക. എന്തായാലും ഒരു പ്രോട്ടീൻ റിച്ച് കറി ആ സമയത്ത് ഞാൻ മസ്റ്റ് ആയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ്. അത് യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കുന്ന ഒരു കോമൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് റോബസ്റ്റ ബനാനയാണ്. പിന്നെ ഇടനേരത്തുള്ള സ്നാക്ക് ചില ദിവസങ്ങളിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും, ചില ദിവസങ്ങളാണ് ഞാൻ കഴിക്കും. ആ കഴിക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആയിരിക്കും. ഇപ്പോഴാണെങ്കിലും എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്ത് ഞാൻ എപ്പോഴും, അതായത് എന്റെ ഒരു 30 kg വെയിറ്റ് ലോസ് ജേണിയിലും ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ചോറ് തന്നെയാണ്. എനിക്ക് ഒരിക്കലും തന്നെ എന്റെ ലഞ്ച് മാറ്റി വേറെ എന്തെങ്കിലും ഒരു സംഭവം കഴിക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് നിർബന്ധമാണ്. അത് നമ്മൾ എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഉച്ചയ്ക്ക് ചോറ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനും 2 അമ്മമാരും സമ്മതിക്കില്ല. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്ത ഒരാളാണ്. മാക്സിമം എന്റെ പോർഷൻ സൈസ് നോക്കിയിട്ടും അത് ബാലൻസ് ആയി കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ 7 AM ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 10:30 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്റെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യും. ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങുമ്പോൾ മാക്സിമം ഞാൻ 12:30 ഒക്കെ ആകുമ്പോൾ തന്നെ എന്റെ ലഞ്ച് കഴിക്കും. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ പറ്റുകയാണെന്ന് വെച്ചാൽ തോന്നുകയാണെങ്കിൽ മാത്രം ഞാനൊരു ടീ കുടിക്കും. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ്, അത് ചിലപ്പം കാഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ബദാം അങ്ങനത്തെ എന്തെങ്കിലും സാധനം ആയിരിക്കാം.
പിന്നെ എനിക്ക് നല്ലപോലെ വിശക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവില് വിളയിച്ചതുണ്ടല്ലോ, നമ്മൾ കോക്കനട്ടും ജാഗിരിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കും. അത് ഞാൻ കഴിക്കുകയാണെങ്കിൽ എന്റെ വൈകുന്നേരത്തെ, അതായത് ഡിന്നർ ഒരു 3 PM അല്ലെ 4 PM ആകുമ്പോഴായിരിക്കും നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ഡിന്നർ വളരെയധികം ലൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ റാഗിയുടെ പോറിഡ്ജ് ആയിരിക്കാം, ഓട്സിന്റെ പോറിഡ്ജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൂത്തി ആയിരിക്കാം. ആൽമണ്ട്സോ അല്ലെങ്കിൽ പിന്നെ കാഷ്യൂസോ ഒക്കെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയിട്ട് തന്നെ ഞാൻ എന്റെ 3 PM ഡിന്നർ കഴിക്കാറുണ്ട്. അത് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ ഞാൻ എന്താണോ കഴിച്ചത് അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പോഹ, റാഗി ദോശ. ചില ദിവസങ്ങളിൽ ചോറ് തന്നെ, അതായത് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചാൽ ലഞ്ചില്ല, സെയിം പോർഷൻ തന്നെ ഞാൻ വൈകുന്നേരം റിപ്പീറ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ വീറ്റ് വെച്ചിട്ടുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള ദോശ ഉണ്ട്, അതായത് ഓനിയനും പിന്നെ കറിവേപ്പിലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ദോശ, അത് ഞാൻ കഴിക്കാറുണ്ട്. മലബാർ ഏരിയയിലൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കാര്യമാണ് പുഴുക്കുകൾ. അത് കപ്പപ്പുഴുക്ക്, അങ്ങനെ പലതരത്തിലുള്ള പുഴുക്കുണ്ട്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കടല വെച്ചിട്ടുള്ള പുഴുക്ക്, അല്ലെങ്കിൽ വൻപയർ വെച്ചിട്ടുള്ള പുഴുക്ക്, ചെറുപയർ പുഴുക്ക്, ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ചിലപ്പോൾ ഞാൻ ഡിന്നറായിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു 3 PM അല്ലെ 4 PM ആകുമ്പോഴേക്കും ഞാൻ എന്റെ ഡിന്നർ ഫിനിഷ് ചെയ്യും. അപ്പൊ ഈ ഒരു വിൻഡോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ മീൽ, അതായത് 3 PM ആണെങ്കിൽ 3 PM, അല്ലെങ്കിൽ 4 PM ആണെങ്കിൽ 4 PM, ആ കഴിക്കുന്ന മീൽ കുറച്ച് ഹെവി മീലായിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. പിന്നെ പോകെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ സ്നാക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഡിന്നർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് ലിക്വിഡി ആയിട്ട് കീപ്പ് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks ഒക്കെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹെവി മീൽ തന്നെ വൈകുന്നേരം കഴിക്കാൻ നോക്കുക. വേണമെങ്കിൽ ചോറ് തന്നെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ അതിന്റെ കൂടെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, പുട്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കടലക്കറി, ചെറുപയർ കറി അങ്ങനെയൊക്കെ കൂട്ടി നിങ്ങൾ കഴിക്കാൻ നോക്കുക. ലാസ്റ്റ് കഴിക്കുന്ന മീലിൽ കുറച്ച് പ്രോട്ടീന്റെ കണ്ടന്റ് കുറച്ച് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ രാവിലെ നിങ്ങൾ എടുക്കുന്ന ചെറുപയർ കറി ഒരു 6 tablespoon ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അതൊരു 10 tablespoon ആയിട്ട് ഉയർത്തുക. അപ്പൊ ഈ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക്, കാരണം നമ്മൾ ഈ ലാസ്റ്റ് മീൽ എടുത്തതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 7 മണിക്കൂറോളം, നമ്മളിപ്പോൾ 3 മണിക്കാണ് നമ്മുടെ ഈറ്റിംഗ് വിൻഡോ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 മണി വരെ ആകുമ്പോഴേക്കും 7 hours ആയി. 7 hours നമ്മൾ ഒന്നും തന്നെ കഴിക്കാതെ നമ്മൾ ഇരിക്കുകയാണ്. വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗിൽ അലോഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ലാസ്റ്റ് കഴിക്കുന്ന മീലിൽ ഒരു തരത്തിലുള്ള പിശുക്കും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുക. ആ ഒരു ഫുഡ് ആയിരിക്കണം നമ്മൾ ബാക്കി വരുന്ന 7 മണിക്കൂറും സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ ഫോളോ ചെയ്ത ആ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. വളരെ നോർമൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡുകളൊന്നും ഉണ്ടാക്കി ഈ ഒരു വിൻഡോയിൽ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മൾ വീട്ടിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തും പ്രോട്ടീൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് കഴിക്കുന്ന ഫുഡിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ എടുക്കുന്ന ആ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ആണ്. കാരണം ഒരുപാട് നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു 7 PM അല്ലെങ്കിൽ 8 PM നിങ്ങളുടെ ഫാസ്റ്റിംഗ്, നിങ്ങളുടെ ഈറ്റിംഗ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞ് 9, 10, 2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ഉറങ്ങുകയാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ആക്ടിവിറ്റി ലെവൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു വിൻഡോ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റി ലെവൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ വർക്ക്ഔട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം, വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ റിസൾട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു വിൻഡോ കൊണ്ട് നമുക്ക് പറ്റും. പക്ഷെ ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഫുഡ്, ലാസ്റ്റ് കഴിക്കുന്ന ഫുഡ് കുറച്ച് ഹെവി മീലായിട്ട്, ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എടുക്കുകയാണെങ്കിൽ ഡിന്നർ ആയിരിക്കണം കുറച്ചും കൂടെ റിച്ച് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വിൻഡോ നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ഈവൻ നിങ്ങൾ ലാസ്റ്റ് 10 kg ആയിക്കോട്ടെ, ഫസ്റ്റ് 10 kg ആയിക്കോട്ടെ, ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് പക്കയാണ്, അതെന്തായാലും ഉറപ്പാണ്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കി എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു 7 മണിക്കൂറും മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ, അതായത് ജീര വാട്ടർ അല്ലെങ്കിൽ സിനമൺ വാട്ടർ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, ഇതൊക്കെ മധുരം ഇടാതെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എന്തായാലും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. ഇതാണ് എന്റെ ലാസ്റ്റ് 10 kg കുറയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത പാറ്റേൺ. ഞാൻ കഴിച്ചിരുന്ന ഫുഡ് അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ ഒരു 10 to 6 വിൻഡോ ഫോളോ ചെയ്യുന്ന സമയത്ത് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഞാൻ ഈ ഒരു സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 7 AM തന്നെ നമ്മുടെ ലിക്വിഡ് ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ നന്നായിട്ട് ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ എനിക്ക് ആ സമയത്ത് കവർ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മളെ റിഫ്രഷിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ ടയർഡ്നെസ് മാറ്റാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് വാട്ടർ. അപ്പം എത്ര പേര് ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഓൾറെഡി ട്രൈ ചെയ്തിട്ട് വിജയിച്ചവർക്കും അവരുടെ ഫീഡ്ബാക്സ് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പം മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.